ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാംഗോ ജെല്ലി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് അടിപൊളി ഒരു കേക്കാണ്. ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത്, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ കുക്കറിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലൊരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് സോൾട്ട് ഇടണം. എന്നിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് എടുത്ത് വെക്കണം. പിന്നെ കുക്കറിന്റെ ലിഡില് അതിന്റെ കാസ്കറ്റും പിന്നെ വെയിറ്റും വേണ്ട. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലേക്ക് വെക്കാം. ഈ സമയം കൊണ്ട് ഇതിന്റെ ബാറ്റർ നമുക്ക് പ്രിപ്പയർ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു കപ്പാണ് മെഷറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇനി നമുക്ക് ഇതുപോലത്തെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെക്കാം. നിങ്ങളുടെ വീട്ടിൽ ഏത് മിക്സി ഉണ്ടോ അത് ഉപയോഗിക്കാം. ഇനി മിക്സിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ബലൂൺ വിസ്ക് അത് വെച്ചിട്ട് വിസ്കാക്കി എടുത്താലും മതി. ആദ്യമേ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആ സെയിം കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെയിം 1/2 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതായത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച മാംഗോയുടെ പ്യൂരിയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതും കൂടെ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. കളറിലേക്ക് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഞാൻ ഇത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കിത് ഇച്ചിരി തിക്കായിട്ട് തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതൊന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനി ബാക്കിയുള്ള മൈദയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇതിന്റെ ബാറ്റർ ശരിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സൈഡിലൊക്കെ കട്ട കെട്ടിയിരിപ്പുണ്ട്. ഞാൻ ഇതൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഇതിന്റെ ബാറ്റർ എത്ര സോഫ്റ്റ് ആയിട്ടാ വന്നേക്കുന്നതെന്ന്. ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ചരുവ എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു റിബൺ പോലെ വീഴണം. ഇതാണ് ഇതിന്റെ പരുവം. ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കി ടാപ്പ് ചെയ്തെടുത്ത് വെക്കുവാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് ഇത് മാറ്റുവാണ്. ഇനി ഇതിന്റെ കുക്കറിന്റെ ലിഡ് ഇട്ടിട്ട് ഒരു 40 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വിടുക. ഇപ്പൊ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എത്ര പൊങ്ങി വന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഇനി ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുവാണ്. ഒട്ടും തന്നെ പറ്റി പിടിക്കണില്ല. ദാറ്റ് മീൻസ് ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ജെല്ലി പ്രിപ്പയർ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് മാംഗോയുടെ പ്യൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരണം. ഇതിപ്പോ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം. നന്നായി ഉരുകി വരും. ഇതുപോലെ ഉണ്ടാവണം. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ജെലാറ്റിൻ പ്രിപ്പയർ ആക്കാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനി ജെലാറ്റിൻ ആണ് വേണ്ടത്. 1 ടീസ്പൂൺ ജെലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ജെലാറ്റിൻ നന്നായിട്ട് കുതിർന്നു വരും ഐസ് വാട്ടറിൽ. ഇതിപ്പോ നന്നായിട്ട് കുതിരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മാംഗോയുടെ പ്യൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്യൂരി നല്ല ചൂടുള്ളതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിട്ട് മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നോക്കുക എത്ര സോഫ്റ്റ് ആയിട്ട് എത്ര പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. ഇതിൽ എഗ്ഗോ ഒന്നുമില്ല. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണ്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചു നോക്കാം. തിരിച്ചിട്ടിട്ട് ഇതിന്റെ മേലെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഒരു കത്തി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എത്ര വേണം എന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് ഈവൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പ്രിപ്പയർ ആക്കിയേക്കുന്ന ജെലാറ്റിന്റെ മിക്സ് ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശത്തേക്കും ഈവൻ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് മേലെ ഐസിങ് ചെയ്ത പോലെ തന്നെ നല്ല ഗ്ലേസ്ഡ് ആയിട്ട് വരും. പിന്നെ ഇതിന് നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ജെല്ലി അപ്പൊ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഇതിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇതിന്റെ മേലേക്ക് നമുക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ ആണ്. ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ആക്കി എടുക്കണം.
ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു അരിപ്പയാണ്. ഈ അരിപ്പയിലേക്ക് നമുക്ക് ഈ ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മേലേക്ക് ഒന്ന് ഡസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പൊ നല്ല മഞ്ഞ് വീഴുന്ന പോലെ ഉണ്ടാവും. ഇതാണ് ഇതിന് ഡെക്കറേഷൻ വരുന്നത്. ഇതിന്റെ വൈറ്റ് കോമ്പിനേഷൻ വരുന്നത്. യെല്ലോയും വൈറ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇനി ഇതിന്റെ മേലേക്ക് നമുക്ക് കുറച്ച് മാംഗോയുടെ പീസസ് കൂടി വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ഒരിക്കലും പറയില്ല ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കേക്കാണെന്ന്. അതിന്റെ കൂടെ നമുക്കൊരു മിന്റിന്റെ ലീഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേഷൻ ഓവർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതിന്റെ ലെയേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കിയാലോ. ഞാനിപ്പോ ഇത് മുറിക്കാൻ പോവാണ്. ഞാനിതിപ്പോ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ പീസസ്, ഇതിന്റെ ലെയർ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമെന്ന്. നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. വളരെ ഈസിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.